എന്നെ തൊടാക്കൂലല്ലോ. എന്നെ തൊട്ടില്ല. എന്നോട് മിണ്ടണവര് വന്നാ ഞാൻ ഒരു സാധനം തരാം. ഇന്നലെ നീ നമ്മളോട് അടികൂടിയല്ലേ, നമ്മള് മിണ്ടൂല. വാടി ചക്കി നമ്മൾ കളിക്കാം. ഞാൻ പാറുവിന്റെ അവിടെ മിണ്ടുമേ. ഞാൻ പോണു. തൊട്ടെ ഇനി എന്നെ തൊടേ. നെല്ലിക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. ചോദിക്കായിരുന്നല്ലേ നീയാണ് പറഞ്ഞ അവളെ പാറു. നമ്മളെ നിന്റെ അടുത്ത് മിണ്ടാമേ. നമ്മള് പിന്നെ കളിച്ചോണ്ടിരുന്നോണ്ടാണ് വരാത്ത. നീ ഒരു നെല്ലിക്ക എനിക്കൂടെ തന്നാണ്. ഇതെങ്ങനെ തിന്നുമ്പോഴാണ് നല്ല രസം. അണ്ട് ഇങ്ങനെ ഇട്ടാക്കണം. ആണ്ട ചമ്മണ കണ്ട കേട്ടോ. അതില് വെള്ളം കണക്കായോണ്ടാ. എന്നിട്ടാണ് ഇതിങ്ങനെ ശകലം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ഉപ്പ് ഇങ്ങനെ തേക്കണം. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇല്ല ഒത്തി കൂടെ ചമ്മണം. എന്റേതാ? പാറുവിന്റെ മതി. ഇനി പാറു കുറച്ച് ഉപ്പിഞ്ഞെന്നാണ്. ചക്കയ്ക്കാണോ ഉപ്പ്? എന്റെ വീട്ടില് ഉപ്പിലിട്ട നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ച് ഞാൻ നാളെ കൊണ്ടുവരാമേ. പാറു ഉപ്പ് കളയില്ലേ? എയറോപ്ലെയിൻ, കാറ്, ബസ്, ബോട്ട്, ട്രെയിന്, എയറോപ്ലെയിൻ. CAR കാർ. CAR കാർ. CAR കാർ. CAR ബസ്. ബോട്ട്. ചക്കി ഞാൻ എഴുതണ്ടാണ് എഴുതിയാ പെട്ടെന്ന് തീരും. നാട് നോക്കിക്കോ. സി 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 ആറ്. ചക്കി ഞാൻ കാർ എഴുതി തീർന്ന്. ഇനി എനിക്ക് ബസ്സും ഇതൊക്കെ എഴുതിയാൽ മതി. ബി 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 ബി. CAR കാർ. CAR കാർ. അത് ശരി. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണല്ലേ എഴുതണത്? ഇങ്ങനെ എഴുതിയാൽ പഠിക്കില്ലെന്ന് സാർ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇപ്പൊ സാധനത്ത് പറഞ്ഞു കൊടുക്കല്ലേ. അത് നമ്മള് വെക്ക എഴുതി തീരാൻ ഞാൻ എന്ത് പാറു എഴുതി തീർന്നാ നീ? അല്ല സാറേ, എവര് എഴുതണം നോക്കിയാണ്. ചെക്ക എഴുതി തീർന്നാ? ബുക്കിംഗ് എടുത്താണ്. നീട്ടടി കഴിഞ്ഞാട്ട് മാറ്റിട്ട് ഒന്നേ എഴുതി പഠിച്ചോണം. ഡുണ്ടൂല്ലേ ബുക്കിംഗ് ചെയ്യണട്? എന്താടാ ഇത്? ബി 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 ബി. ഓ, ഇങ്ങനെയാണ് എഴുതാൻ പറഞ്ഞത്. സാറേ ഇങ്ങനെ എഴുതിയാ പെട്ടെന്ന് എഴുതി തീരും. അതുകൊണ്ടാണ് സാറേ. നീട്ടാ കഴിഞ്ഞാട്ട്. നീ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എഴുതണ്ട. പഠിച്ച് പതുക്കെ എഴുതി എന്നെ കാണിച്ചാൽ മതി. പെട്ടെന്ന് മാറ്റിട്ട് നിന്നെ കണ്ണോട് അമ്മ തടി കിട്ടിയത് കാര്യായി പോയി. നല്ലോണം എഴുതി കാണിച്ചാൽ മതി. ഞാൻ തന്നെ ഫസ്റ്റ് എഴുതി കാണിച്ച സാറിന്. ബസ് എല്ലാരും പറഞ്ഞെഴുതണം. എഴുതി തീർന്ന ഉടനെ കേട്ടെഴുതിടും. എടി ചക്കി, നീ ഓണത്തിന് എവിടെയൊക്കെ പോയി? ഞാൻ എവിടെയും പോയില്ല. നീയല്ലേ പറഞ്ഞ ഓണത്തിന് നീ വീഗാലാൻഡിൽ പോവോന്ന്? അതെ, എന്റെ അച്ഛന്റെ കയ്യില് നമുക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്ത് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേ പൈസ തീർന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞ് അടുത്ത വർഷം ഓണത്തിന് നമുക്ക് വീഗാലാൻഡിൽ പോവാന്ന്. നീ എവിടെയൊക്കെ പോയടോ ഡുണ്ടു? എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോവും. തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് എന്റെ അച്ഛന്റെ ബോധം പോയാണ്. ഇതുവരെ ബോധമൊന്നും വന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പുറത്തെ മുള്ളു കഴിഞ്ഞ് അച്ഛൻ കിടന്ന് ആടനേ ഉള്ളൂ. അപ്പൊ നീ എവിടെയും പോയില്ലല്ലേ? നീ എവിടെയൊക്കെ പോയടി പാറു? നമ്മള് മാമന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ അച്ഛൻ മാമന്റെ കൂടെ വഴക്കായോണ്ട് അമ്മ പറഞ്ഞു പോകണ്ടെന്ന്. അങ്ങനെ നമ്മൾ എവിടെയും പോയി. അപ്പൊ നമ്മൾ ആരും എങ്ങും പോയില്ലല്ലേ? അയ്യോ, ബെല്ലടിക്കാൻ വായിച്ചൊക്കെ. എല്ലാരെയും ഓണ അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കൊറേ സ്ഥലത്ത് കറങ്ങാൻ പോയി. നമ്മൾ ഇന്നലെ വൈകിട്ടാണ് വീട്ടിൽ തിരിച്ചു വന്നത്. എന്നാൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് ഈ ഓണക്കാല അവധിയിൽ നിങ്ങൾ എവിടെയെല്ലാം പോയി, എന്തെല്ലാം കണ്ടു എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തി ഒരു അവധിക്കാല അനുഭവം തയ്യാറാക്കുക. ഇപ്പൊ എഴുതാ സാറേ. എന്റെ അവധിക്കാല അനുഭവം പെട്ടെന്ന് എഴുതി കാണീരി. നമ്മൾ
എന്തിനാ എഴുതോടി? എഴുതാൻ നമ്മൾ എവിടെയും പോയില്ലല്ലോ. സാറിനോട് കള്ളവും പറഞ്ഞു പോയെന്ന്. സാറേ ഞാൻ എഴുതി. എന്നാ എഴുതിയത് ഇടുണ്ട് വായിര്. എന്റെ അവധിക്കാല അനുഭവം. ഈ ഓണത്തിന് ഞാൻ എന്റെ കൊല്ലത്തുള്ള മാമന്റെ വീട്ടിൽ പോയി. ഇവനല്ലേടി പറഞ്ഞത് ഇവന്റെ അച്ഛന് ബോധമില്ലാത്തോണ്ട് അവ എങ്ങും പോയില്ലെന്ന്. മാമന്റെ മക്കളോടൊത്ത് അത്തമിട്ടു, സദ്യ കഴിച്ചു, പായസം കുടിച്ചു. അതിനുശേഷം അടുത്തുള്ള മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെ കുട്ടികളോടൊപ്പം ഊഞ്ഞാലാടി ഓണക്കളി കളിച്ചു. അപ്പോഴേക്കും മാമിയുടെ കുഞ്ഞമ്മ നമുക്ക് പായസം തന്നു. അതും കുടിച്ചിട്ട് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു, മീനെ പിടിച്ചു, ആമ്പൽപ്പൂ പറിച്ചു. അതിനുശേഷം മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ നമ്മൾ നമ്മളുടെ വീട്ടിൽ മടങ്ങിയെത്തി. മിടുക്കൻ ഇരുന്നോ. നീ അല്ലേടാ പറഞ്ഞ നീ എങ്ങും പോയില്ലെന്ന്. എനിക്കറിയായിരുന്നു ഇത് എഴുതിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് വീട്ടിനെ പഠിച്ചോണ്ട് വന്ന്. ഇനി ക്രിസ്മസ് അവധിക്കും എഴുതിപ്പിക്കും, വലിയ അവധിക്കും എഴുതിപ്പിക്കും. അപ്പൊ കല്ലോണല്ലേ എടി ചക്കി. ഞാൻ എന്റെ തമിഴ്നാട്ടിലെ അപ്പച്ചീരെ വീട്ടിൽ പോയെന്ന് എഴുതാൻ കേട്ടോ. ഞാൻ അപ്പൊ വീഗാലാൻഡിൽ പോയെന്നോ. ഞാൻ എന്റെ ഓണം വീഗാലാൻഡിലെ ആകാശമുട്ടണ പമ്പരത്തിൽ കയറി വെള്ളത്തിൽ കളിച്ചു. വലിയ ബക്കറ്റിലെ വെള്ളം എന്റെ തലയിൽ വീണപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചു. നിന്റെ പേര് വലിയ പേരല്ലേ, അങ്ങോട്ട് എഴുതി. എനിക്ക് നീട്ടി എഴുതണം. അയ്യോ അയ്യോ ബെല്ലടിച്ച്. ആരുടെ ഫസ്റ്റിലെ ക്ലാസ്സിൽ എത്ര നോക്കാം. ഞാൻ ഫസ്റ്റ്. ചക്കി നീ എന്തടി മിണ്ടാതെ കിടക്കണ? നീ എന്ത് കളിക്കാൻ വരാത്ത? എനിക്ക് തലവേദന. പനി ഉണ്ടോ നോക്കട്ടെ ചക്കി. എന്റെ ഒന്നും ചൂടുണ്ടോ? പനി എന്നു ആണ്. ശരി തന്നെ. നിന്റെ ഒന്നും ചൂടുണ്ട്. ദാസപ്പ സാറിന്റെ അടുത്ത് പറയാം. വാ. അത് കുഴപ്പമില്ല, നമ്മളെ ദാസപ്പ സാറേ. നമുക്ക് ഭാഗ്യമുണ്ടോ? ചക്കിക്ക് പനിയാണ്ടേ. ചക്കീനെ ഇപ്പൊ വീട്ടിൽ പറഞ്ഞു വിടും. അവളെ വീട്ടിന്റെ അടുത്ത് നമ്മളായോണ്ട് നമ്മളെ പറഞ്ഞു വിടും. നമ്മളെ രക്ഷവിട്ട്. ടീച്ചറെ ഒത്തിരി ദാസപ്പ സാറിനെയും വിളിക്കോ? എന്തിട്ടു ക്ലാസ്സിൽ ആരെങ്കിലും അടിപിടിയോ? സാറേ ചക്കിക്ക് പനിയും തലവേദനയായിട്ട് ക്ലാസ്സിൽ കിടക്കണ്. ചക്കിക്ക് ഒട്ടും വയ്യ, കൊറേ നേരം കൊണ്ട് കിടക്കേണ്. എന്നാ നിങ്ങളെ പോക്കോ, ഞാൻ ക്ലാസ്സിലോട്ട് വരാം. ശരി സാറേ. എടാ ഓടി വാ, നമുക്ക് നമ്മളെ ബുക്കൊക്കെ പറക്കി വെക്കാം. ചക്കി നിനക്ക് കുറഞ്ഞില്ലല്ലോ അല്ലേ? നീ കിടന്നോ, സാർ ഇപ്പൊ വരും. ചക്കി നിന്റെ പെൻസിൽ എന്റെ ബാഗിനകത്തുണ്ടേ. സാറ് വരും. സാർ എന്തു പറ്റി ചക്കി? പനിയുണ്ടോ? ചൂടൊന്നുമില്ല. രാവിലെ കുഴപ്പമില്ലായിരുന്നല്ലോ. ഭയങ്കര തലവേദന സാറ്, ഒട്ടും വയ്യ. ചക്കിക്ക് ക്ലാസ് ഇരിക്കാക്കൂലേ? വീട്ടിൽ പോണോ? സാറേ ചക്കിയുടെ ബുക്കൊക്കെ നമ്മൾ പറക്കി വെച്ചേ. ആരെ വീടാണ് ചക്കിയുടെ വീട്ടിന്റെ അടുത്തുള്ളത്? ചക്കീനെ ഒന്ന് കൊണ്ടാക്കാൻ. ഞാനും മണിക്കൂട്ടനൂടെ കൊണ്ടുപോവാ സാറേ. നമ്മളെ വീട് കഴിഞ്ഞിട്ടാണ് ചക്കിയുടെ വീട്. നമ്മളെ ബുക്കൊക്കെ പറക്കി വെച്ച്. അതിന് നിങ്ങളുടെ താര് പറഞ്ഞ് ബുക്ക് പറക്കി വെക്കേ? നിങ്ങളെ വീട് കഴിഞ്ഞ് കുറെ നടക്കണ്ടേ ചക്കീരെ വീട്ടിൽ പോവാൻ? ചക്കീരെ വീട് കഴിഞ്ഞിട്ടല്ലേ പാറുവിന്റെ വീട് വരുന്നത്. പാറു ഇവിടെ പോയി മണിക്കൂട്ടാ. പാറു വെള്ളം കുടിക്കാൻ പോയേക്കണ്. പാറു വരുമ്പോ ബാഗ് കൊടുത്തോണ്ടെങ്കിൽ ഓഫീസ് വരാൻ പറ. ചക്കി ബാഗ് കൊടുത്തിട്ട് ഓഫീസിൽ അവിടെ ഇരിക്കാം. ചക്കീനെ പാറുവാ സാറേ കൊണ്ടാക്കണത്. ഇന്നെങ്കിലും വീട്ടില് നേരത്തെ പോയി കളിക്കാന്ന് പാറും അങ്ങ് സ്കൂൾ മാറി പോയാൽ മതിയായിരുന്നു. ചക്കിയും പാറും അങ്ങ് പോയി. ദൈവമേ, എനിക്ക് നാളെ പനി വന്നിരുന്നെങ്കിൽ. എന്നാ നിന്നെ ഞാൻ കൊണ്ടാക്കുക. പാറുവിന്റെ അടുത്ത് പറയണ്ടേ? നമുക്ക് രണ്ടുപേരും കൂടെ പോവാ. അപ്പൊ തുമ്പീനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കണ്ട് അവളെ തലയിൽ ഒട്ടിച്ചിരുന്നൊക്കെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോ 2 സ്റ്റിച്ചേ ഉള്ളൂ. ഇപ്പൊ നല്ല വേദന കുറവുണ്ട്. അവർക്ക് നല്ല വേദനയൊക്കെ കുറവ്. അവളെ ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് ചായരോട് എന്തായാലും കടി ഉണ്ടാക്കണമല്ലോ. അതൊരു മിനി വ്ലോഗായിട്ട് എടുക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഉഴുന്നുവടയാണ് കേട്ടാ. എല്ലാവർക്കും ഉഴുന്നോടെ ഉണ്ടാക്കാൻ അറിയാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉഴുന്നൊക്കെ അരച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അനിയൻകുട്ടി എവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് വെക്കും. ഇനി നമുക്ക് മാവിലും ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് വരുമ്പോ അത് അനാവശ്യത്തിലുള്ള ഉപ്പിടലാണ്. കാര്യം എനിക്ക് ഉപ്പ് കാണുമ്പോഴേ ഞാൻ അതുകൊണ്ടൊക്കെ ചാടും അതിലോട്ട്. പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടൊന്നും അല്ലാട്ട് ഇളക്കണം. ഞാൻ കൈ വെച്ച് തന്നെ ഞാൻ കാര്യം എനിക്ക് ഇതിട്ട് കിണ്ടാറിഞ്ഞോടും. പിടി കഴിഞ്ഞ കഴിക്കല്ലേ. കനിയൻകുട്ടി ഉള്ളി മുളകൊക്കെ അരിഞ്ഞോണ്ട് വന്നേ. ഇഞ്ചി വീട്ടിലില്ലായിരുന്നു. അതെ ഇരിക്കുന്നു. ഇനി ഇരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇഞ്ചിയൊക്കെ ഇടണം കേട്ടോ. നമ്മളെ വീട്ടിൽ ഇന്ന് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാത്തത്. എന്നാലും പിന്നെ നല്ല വൃത്തിക്ക് അടി കൂട്ടിയൊക്കെ ഇളക്കണം. കാര്യം അടി പിടിക്കാൻ പാടില്ല. ഒട്ടിയൊക്കെ ഇരിക്കും എവിടെയൊക്കെ. ഇനി ഞാൻ ഇളക്കിയത് ലൂസ് ആവണം. ഈ വീട്ടിൽ പതിവ് തെറ്റാതെ ഒരേ ഒരു കാര്യം മാത്രം നടക്കുള്ളൂ. കുഞ്ഞൂട്ട് അടുപ്പ് എത്തിക്കുന്നത്. എപ്പോ അടുപ്പ് എത്തിക്കണമെങ്കിൽ കുഞ്ഞൂട്ടനെ വിളിച്ചാൽ മതി കത്തിച്ചു വരും. ഇനി ഈ അടുപ്പിൽ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്ക് അടുത്തതായി എണ്ണ വീത്തൽ പരിപാടിയാണ്. കളയണമല്ലോ. എണ്ണ നല്ലപോലെ ചൂടായി. അപ്പൊ ഞാൻ അടുത്തത് ഇനി ഇത് ഉരുട്ടിയിടാം. പിപ്രാളം കണ്ണറ കറക്റ്റായിട്ട് വീഴും. 3 കൊള്ളൂലല്ലോ അതില്.
അടുത്തായിട്ടുള്ള എന്റെ ഒരു ആലോചന ഒരു ഇതിടാന്നാണ് തുണിക്കട, ഒരു തയ്യക്കട, ഒരു ചായക്കട. നീ ഇളക്കി കൊടുക്കണം. കാര്യം ഒരെണ്ണം കഴിയാറായി. എന്താ ഞാൻ ഉണ്ടാക്കിയ വട. ഈ വട എന്റെ പേരാണ് പച്ച കുത്തിയേക്കുന്നത്. കണ്ടാ കറക്റ്റ് ആയിട്ട് വന്നു. നല്ല വടയില്ലേ? ഇതാ നമ്മൾ ചായയുടെ കഴിക്കാൻ പോണ വട. നമ്മൾ ഉണ്ടാക്കിയ വട. ഇത്രയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് നമ്മുടെ ട്യൂഷൻ വിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ എടുത്ത് കഴിക്കും. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ. ചാറ്റ ബൈ ചെയ്യൂ. നീ ഫോട്ടോ കാണാൻ പൈസ കൊണ്ടുവന്നാ? ഇന്നാണ് അവസാന ദിവസം. ഇന്നൂടി പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ തരും. എന്റെ പൈസ ഇല്ലാത്തോണ്ട് അമ്മ പറഞ്ഞ അടുത്ത വർഷം മേടിക്കാന്ന്. ഈ വർഷം അമ്മക്ക് ഫോട്ടോ മേടിക്കൂല. 10 രൂപ ആയോണ്ടാണ് ഫോട്ടോക്ക്. നമ്മൾ നന്നായിരുന്നല്ലേടാ ഫോട്ടോക്ക്. അമ്മക്കെ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ക്ലാസ്സിൽ ആരെങ്കിലും മേടിക്കണമെങ്കിൽ അവരെ നിർത്തി മേടിച്ചു നോക്കാം. തരോ എന്തോ. നിങ്ങള് ക്ലാസ് ഫോട്ടോ മേടിക്കാനുള്ള 10 രൂപ കൊണ്ടുവന്നാ. ഇന്നാണ് ഫോട്ടോ തരണത്. ഞാൻ കൊണ്ടുവന്നു. നീ 10 രൂപ കൊണ്ടുവന്നാടി ചക്കി. കൊണ്ടുവന്നാടുണ്ടു. 2 ദിവസത്തോടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നു. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അയ്യോ, അപ്പൊ എനിക്ക് മാത്രമേ ക്ലാസ്സിൽ ഫോട്ടോ കിട്ടുള്ളൂ അല്ലേ? എടി പാറു, ഒത്തി ഫോട്ടോ കിട്ടുമ്പോഴേ നമ്മളെ കൂടെ ഒത്തി കാണിച്ചു തരുമോടി ഫോട്ടോ? ഓ, ഫോട്ടോ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാമേ. ഫോട്ടോയിൽ നമ്മള് നല്ലതായിരുന്നല്ലേ? അന്ന് മണിക്കൂട്ട മാത്രം വന്നില്ല. ഈ ക്ലാസ്സിൽ പാറു അല്ലേ രാവിലെ ഫോട്ടോയ്ക്ക് 10 രൂപ കൊണ്ടുവന്നത്? ഓ സാറേ, ഫോട്ടോ വേറെ ആരും പൈസ കൊണ്ടുവന്നില്ലല്ലോ. നിങ്ങൾ ഫോട്ടോന്റെ അകത്ത് തൊടല് അഴുക്ക് പറ്റും. ഫോട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണിക്കാവോ? ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട തൊടലും മതി. കണ്ടത് എടി പാറു, ഞാൻ കണ്ടില്ലടി. എന്നെ ഒത്തി കാണിച്ചാടി. ഞാൻ കാണിച്ചു തരല്ലേ? തൊടല് അങ്ങനെ ദൂരോട്ട് ഇന്ന് നോക്കിയാ മതി. നീ അല്ലേ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞേ? ഞാൻ കാണിച്ചു തരല്ലേ? നമുക്ക് കാണാൻ പറ്റണില്ല. അതെങ്ങനെയല്ലേ വെച്ചത്? ആ ചക്കിയും കൊള്ളാം, ഞാനും കൊള്ളാം അല്ലേ? ഞാനും കൊള്ളാം. തൊടല് ഒത്തിക്കൂടെ ഞാൻ ചരിച്ചു വെച്ചാണ് പാറു. പാർവതി കണ്ണടച്ചിരിക്കണേ. ദാണ്ടേ ഇവ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണു. മതി മതി, നിങ്ങൾ കണ്ടത് മതി. ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ കൊള്ളാൻ പോകുന്നു. ചിരിച്ചോണ്ടിരിക്കണു. സാറിന്റെ അടുത്ത് ഞാൻ തന്നെയല്ലേ ഇരിക്കണത്. എടി പാറു, നമ്മൾ ഒത്തിക്കൂടെ നോക്കട്ടെ. വേണ്ട, ഇനി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറക്കോളൂ. മതി കണ്ടോ. അടുത്ത വർഷം നമ്മള് പൈസ കൊണ്ടുവന്ന് ഫോട്ടോ അടിക്കോടി. ഓ വേടി. എന്നിട്ട് നിനക്ക് കാണിച്ചു തരൂല. എടി ചക്കി, ഇന്നലെ വീട്ടില് പാമ്പ്. പാറു, നിങ്ങളറിഞ്ഞ നമ്മളെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. ദാസപ്പ സാർ അപ്പുറത്തെ ക്ലാസ്സിലെ ടൂർ പോണ പിള്ളേരെ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ വരും. അതൊന്നും എനിക്കറിഞ്ഞൂടാ. പേരെഴുതണ കണ്ടപ്പോഴേ ഞാൻ ഇനി ഓടി വന്ന്. 3ാം ക്ലാസ്സിൽ നമ്മൾ പോയില്ല. ഇത്തവണെങ്കിലും നമുക്ക് എല്ലാരും കൂടെ പോണം. എന്നെ എന്തായാലും ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ അച്ഛൻ്റെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ മക്കൾ അടുത്ത വർഷം നോക്കും. അപ്പൊ മോൾ ഒത്തുകൂടി വലുതാകുമെന്ന്. എന്നെ വിടോ എന്തോ? ഞാൻ പറയാം മാമിയുടെ അടുത്ത് ചക്കീനെയും കൂടെ വിടാൻ. ഇടി ചക്കി, അന്ന് പൊങ്കാലയുടെ പോയപ്പോ വണ്ടി ഇരുന്ന് ഛർദിച്ചാണെങ്കിൽ ഇത്തവണ ടൂറിന് പോകുമ്പോഴും നീ ഛർദിക്കോ? ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളെ സ്കൂളിൽ നിന്ന് ടൂർ പോവേണ്. നമ്മളറിഞ്ഞായിരുന്നു സാറേ. എവിടേക്കാണ് സാറേ പോണത്? മ്യൂസിയം, മൃഗശാല, ശംഖുമുഖം. ശംഖുമുഖത്ത് പോവോ സാറേ? എന്റെ മാമൻ പറഞ്ഞ ശംഖുമുഖത്ത് പോയാലേ സായിപ്പിനെ മടാമേനൊക്കെ കാണാൻ പറ്റുമോ? ഒരാൾക്ക് ടൂർ പോവാൻ 150 രൂപയാണ് വേണ്ടത്. രാവിലെ 7 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് 4 മണിക്ക് തിരിച്ചെത്തുള്ളൂ. ആരൊക്കെയാണ് ടൂറിന് വരണേന്ന് വെച്ചാൽ വീട്ടിൽ ചോദിച്ചിട്ട് നാളെ വന്ന് പേര് തരണം. നമ്മളെ 3 ടൂറിന് വിടും സാറേ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മളെ പേരെഴുതിക്കോ. അവരെല്ലാരും ടൂർ പോകും, എന്നെ മാത്രം വിടൂല. എല്ലാരും ടൂറിന്റെ കാര്യമൊക്കെ വീട്ടിൽ ചോദിച്ചല്ലോ. അപ്പൊ ഡുണ്ടുവിന്റെ പേര് ആദ്യം എഴുതട്ടാ. എന്ന് പൈസ കൊണ്ടുവരും? അമ്മ പറഞ്ഞ അച്ഛനിപ്പൊ ജോലിയില്ല, അടുത്ത വർഷം പോവാന്ന്. അപ്പൊ ഡുണ്ടു ടൂറിന് വരുന്നില്ലേ? അപ്പൊ ചക്കിയാ? അച്ഛൻ പറഞ്ഞ് 10ാം ക്ലാസ് ആവുമ്പോ പോവാന്ന്. അപ്പൊ ചക്കിയും ഡുണ്ടും വരുന്നില്ലേ? എന്നാ പാറുവിന്റെ പേര് കൊടുക്കട്ടാ. ഈ വർഷം മാർക്കില്ലാത്തോണ്ട് അച്ഛൻ പറഞ്ഞ് പോണ്ടെന്ന്. അടുത്ത വർഷം നല്ല മാർക്ക് മേടിച്ചിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് ആരും ടൂറിന് വരുന്നില്ല അല്ലേ? എടി പാറു, ഞാൻ പുളിമുട്ടായി എനിക്ക് പൈസ കൊണ്ട് വന്നേ. നമുക്കിന്ന് തേമുട്ടായി മേടിച്ചാലോ? അത് ശരി. എന്നാട്ടാ? അയ്യോ ചക്കീനെ നോക്കിയോട്ടെ. അയ്യോ, നമ്മളെ പറ്റില്ല. നീ ഇരിക്കുന്നിടത്താണല്ലോ വരച്ചു വെച്ചേക്കണ. അപ്പൊ നിനക്ക് എന്നെ വരച്ചത്? എനിക്കല്ല വരച്ചത്. അവന്മാരെനിക്ക് പറഞ്ഞു
കൊടുക്കാമേ. ഇവിടെ എന്തേലും പ്രശ്നം? ചക്കി എന്തിനടി കരയണേ? എടാ ചക്കി ഇരിക്കുന്ന സ്ഥലത്തെ ആരാ ലവ് വരച്ചു വെച്ചേക്കുന്നു? ആ ഇടാ കറുത്ത പേനയിട്ട് വരച്ചില്ലാവൂ. ഇത് ആരാണ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ദാസപ്രസാദ് എടുത്ത് പറഞ്ഞ അടിയും മേടിച്ചു കൊടുക്കണം. നമ്മക്ക് ആദ്യം 4 ബിയിൽ പോയി നോക്കാം. അവിടെ ഒരുത്തന്നെ എനിക്ക് സംശയമുണ്ട്. അവന്റെ മുഖം കണ്ടാലേ അറിയാമോ ലവ് ആയിരിക്കുമെന്ന്. ആ രണ്ടാമത്തെ ബെഞ്ചിരിക്കണ അവനാണ് ഞാൻ പറഞ്ഞത്. അവനായിരിക്കണം. എടാ അവനല്ലേടാ, താണ്ട് ഇവനാണ്. ഇവന്റെ കയ്യിലാണ് കറുത്ത പേന ഇരിക്കണത്. എടാ അവര് രണ്ടുപേരല്ല, ലവനെ കണ്ട ലവൻ കുറെ നേരോട്ട് ചക്കീനെ തന്നെ നോക്കിക്കൊണ്ട്. ആ ചെറുക്കൻ കൂടെ കൂടെ നമ്മളെ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ വന്നിന്ന് കറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അവന്റെ അടുത്ത് പോയി ചോദിക്കണം. അയ്യോ ബെല്ലടിച്ച് ചോദിക്കാം. എടി ചക്കി നിന്റെ ബാഗ് എടുത്തത് മറച്ചു വെക്കാം, ഇല്ലെങ്കിൽ സാറ് വന്ന് ലവ് കാണും. നീ വിഷമിക്കേണ്ട അടി ചക്കി. അടുത്ത് നമുക്ക് കളിക്കാൻ വിടുമ്പോഴേ അവനെ പിടിച്ചിട്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് നമുക്ക് ദാസപ്രസാദിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം.